വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു മട്ടൻ കറി തയ്യാറാക്കിയാലോ. ഈ മട്ടൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടോ ചപ്പാത്തിൻ്റെ കൂടോ ചോറിൻ്റെ കൂടോ ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന ഒരു കുക്കറിനകത്താണ്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ മട്ടൻ കറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം പഠനങ്ങളൊക്കെ പറയുന്നത് വെളിച്ചെണ്ണയ്ക്കാണ് കൊളസ്ട്രോൾ വളരെ കുറവെന്നാണ്, മറ്റുള്ള ഓയിലിനേക്കാൾ എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും വെളിച്ചെണ്ണ തന്നെ നമുക്കിതിനകത്ത് ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കടുകൊക്കെ ആദ്യം തന്നെ പൊട്ടിച്ചിട്ട് അതിനകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളക് ഇതുപോലെ നീളത്തിൽ തന്നെ ഇടാൻ നോക്കുക. അപ്പോൾ ഒരു കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇടുന്ന സമയത്ത് ഇച്ചിരി ഏറെ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ കറിവേപ്പിലൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ നേരത്തെ തന്നെ ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു ടീസ്പൂണല്ല, ഒരു ടേബിൾ സ്പൂണ്, അല്ലെങ്കിൽ അത്രയും തന്നെ വേണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി. ഒരു ടീസ്പൂൺ ആയാലും ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മട്ടൺ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതായത് ഒരു 750 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ അളവ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെയെങ്കിലും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലായാലും കുഴപ്പമില്ല, നമ്മുടെ വയറിനൊക്കെ നല്ലതാണുള്ള വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചേർക്കാനുള്ളത് സവാളയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ സവാളയാണ് നിങ്ങൾ 2 എടുത്താൽ മതിയായിരിക്കും. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളിയില്ലേ, ചെറിയ ഉള്ളി, അതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. കാരണം ഈ സവാള കൂടുന്നതനുസരിച്ച് ഈ കറിക്കുള്ള മധുരം കൂടാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞുള്ളി ആണെങ്കിൽ അത്രയും മധുരം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കുഞ്ഞുള്ളി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സവാള ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു അധികം അങ്ങ് മൂക്കണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് തന്നെ നമുക്കൊരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് കൂടെ നമുക്കൊന്ന് അരിഞ്ഞിടാം. കാരണം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതിനകത്തേക്ക് എരിവില്ലല്ലോ. അപ്പോൾ ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി നമുക്ക് പച്ചമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി നമ്മുടെ സവാള ഉണ്ടല്ലോ, സവാളയിൽ നിന്ന് ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള ഏകദേശം നന്നായിട്ട് തന്നെ ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ നമ്മുടെ ഈ സവാള ഉണ്ടല്ലോ, ഈ സവാളയൊന്ന് സൈഡിലേക്ക് മാറ്റിയിടാം. അങ്ങനെയെങ്കിൽ നമ്മൾ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ആ പൊടികൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ എനിക്കിപ്പം എൻ്റെ മട്ടൻ്റെ അളവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മട്ടൻ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഈ പൊടിയുടെയൊക്കെ അളവ് കൂടെ ഒന്ന് മാറ്റി എടുക്കാം. അപ്പോൾ ഒരു 750 ഗ്രാമിനാണ് ഞാനൊരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. അത് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ്, നല്ല കളറും വരും, അതുപോലെ തന്നെ കറിക്ക് അധികം എരിവും വരത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് 3 ടീസ്പൂൺ ആയാലും മതിയായിരിക്കും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ
പെരുംജീരകമില്ലേ, പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ പൊടിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പെരുംജീരകം തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പൊടികളൊക്കെ അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മൂക്കണം. അതിനുശേഷം മാത്രമേ നമ്മുടെ മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ മട്ടൺ ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ മൂക്കുക. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, തീ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നിങ്ങൾക്ക് ആവശ്യം എണ്ണ ഇനി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മട്ടണിൽ നിന്ന് കുറേ ഓയിലിങ്ങനെ നന്നായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി മതിയായിരിക്കും. ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ല തിക്ക് പേസ്റ്റായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പൊന്ന് നോക്കാൻ വേണ്ടി. കാരണം നമ്മൾ നേരത്തെ സവാള വഴന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഉപ്പൊക്കെ പാകമാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി, അതായത് വിനാഗിരിയൊക്കെ ഇട്ട് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ മട്ടൺ നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ മട്ടനാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ മട്ടനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മട്ടൺ യൂസ് ചെയ്യാം. പാകിസ്ഥാനി മട്ടൻ ആണെങ്കിൽ അതിനൊരു മണം വരും. ഞാൻ സാധാരണ പാകിസ്ഥാനി മട്ടൻ വാങ്ങാറില്ല. ഞാൻ എപ്പോഴും ഇന്ത്യൻ മട്ടനും അതുപോലെ ഓസ്ട്രേലിയൻ മട്ടനൊക്കെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ മട്ടനൊക്കെ ആണെങ്കിൽ ശരിക്കും ഗ്രാസ് ഫീഡുള്ള മട്ടനായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മട്ടനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലക്കൂട്ടുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മട്ടനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും. അതെല്ലാം നിങ്ങൾക്ക് ഇത്തിരി വെള്ളം ഒന്ന് ഒഴിക്കണം. വളരെ കുറച്ച് മാത്രം, 1/4 ഗ്ലാസ് പോലും വേണ്ട. അതിന് താഴെ നിൽക്കുന്ന വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ കുക്കറിനകത്തായിരുന്ന സ്ഥിതിക്ക് അറിയത്തില്ല, നമുക്ക് ഇടയ്ക്ക് വെള്ളം തീരുന്നോന്നും അറിയില്ല. പക്ഷേ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും മട്ടനിൽ നിന്ന്. എന്നാലും ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഒരു 3 വിസിൽ അല്ല 4 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഓരോ മട്ടനും വേവ് വ്യത്യസ്തമാണ്. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾക്ക് വേവ് ഇടാൻ വേണ്ടി. ഞാനിപ്പോൾ ഒരു 3 അല്ല 4 വിസിലെടുത്തായിരുന്നു. 4 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിനകത്തുനിന്ന് തന്നെ നല്ലതായിട്ട് എണ്ണ ഇറങ്ങി വന്നേക്കുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി തന്നെ കടുവൊക്കെ വറുത്ത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് ഇനി കടു താളിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒരു നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്കുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ കുക്കറിനകത്ത് തന്നെ വെച്ച്, അതായത് ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്കിത് സർവ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ടും അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മട്ടൻ കറിയോട് റെഡി ആയിരിക്കുന്നു. ഇപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സർവ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മട്ടൻ്റെ അളവിനനുസരിച്ച് വേണം നിങ്ങളുടെ പൊടികളുടെ അളവ് മാറ്റിയെടുക്കാൻ വേണ്ടി. ഇന്നത്തെ എൻ്റെ മട്ടൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റായിട്ട് എന്നോട് പറയുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.